സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാലും, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും, കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലുമാണ് ചേരുന്നത്. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. മനീഷ്, പല ജില്ലകളിലും ഇന്ന് മുന്നറിയിപ്പ്, വിവിധ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പൊതുവായി നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ക്രിസ്റ്റീന, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒടുവിലായി പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് കേരള തീരത്ത് ഏറ്റവും കൂടുതൽ മഴയേക്കാൾ കൂടുതൽ കേരള തീരത്താണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കേരള, കർണാടക, ഒപ്പം തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിലുള്ള തീരദേശവാസികളും മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ നിലവിൽ തുടരുന്ന നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളിയാഴ്ചയോടെ തന്നെ മഴയുടെ തീവ്രത കുറയാനുള്ള സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം പക്ഷേ പലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ ബംഗ്ലാദേശിന് മുകളിലും പശ്ചിമ ബംഗാളിൻ്റെ മുകളിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തി പ്രാപിച്ചാൽ ഒരു പക്ഷേ അടുത്ത ആഴ്ചയും മഴ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ശക്തമായി തുടരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തെക്കൻ ഗുജറാത്തിലുണ്ടായിരുന്ന ഈ ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് ശക്തി പ്രാപിച്ച് വരുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അത് മാറിപ്പോകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നും നാളെയും അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയും 8 ജില്ലകളിൽ മുന്നറിയിപ്പും, അതായത് അലർട്ടുകൾ അടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ വെള്ളിയാഴ്ചയോടുകൂടി മഴയ്ക്ക് ശമനം ഉണ്ടാകും. ഈ രീതിയിൽ ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് കേരള തീരത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിന് മുകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അത് മാറിപ്പോകാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് വെള്ളിയാഴ്ചയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകുന്നത്. എന്താണെങ്കിലും തീരദേശത്ത് വലിയ ജാഗ്രത തുടരണം. കാരണം ശക്തമായ തിരമാലകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പല ജില്ലകളിലും മഴ മാറിയിട്ടുണ്ടെങ്കിലും തീരദേശത്ത് വലിയ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസമായി മഴ മാറി നിൽക്കുകയാണെങ്കിലും ഈ തീരദേശത്ത് വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ആളുകൾക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ, മറ്റ് 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ മഴ മുന്നറിയിപ്പുകൾ ഏറ്റവും അവസാനമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് പങ്കുവയ്ക്കുന്നത് ഈ വിവരങ്ങളാണ്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, മനീഷ് മഹിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയ. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അരുൺ, 2 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. അതിൽ ഒന്ന് കണ്ണൂരാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയിൽ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, കണ്ണൂരിൽ ഇന്നും ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മലയോര, നഗര, തീരദേശ വ്യത്യാസമില്ലാതെ അതിശക്തമായ മഴ പെയ്യുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി വലിയ ദുരിതം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴക്കൽപ്പം ശമനമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞു വന്നിരുന്നു. രാത്രിയോടെ വിവിധയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മഴ കാര്യമായി പെയ്തിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് രാവിലെയും ഇന്ന് പുലർച്ചെ മുതലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇടവിട്ട സമയങ്ങളിൽ നേരിയ മഴ മാത്രമാണ് നിലവിൽ ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ നമ്മൾ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ മേഘാവൃതമായി തന്നെയാണ് അന്തരീക്ഷമുള്ളത്. അതുകൊണ്ട് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ജില്ലയിലെ വിവിധ പുഴകൾ കരകവിഞ്ഞൊഴുകിയിരുന്നു. മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തീരപ്രദേശത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ പയ്യന്നൂർ മേഖലയിലൊക്കെ പെരുമ്പാപ്പുഴ കരകവിഞ്ഞ് അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുകയും തീരപ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും ഈ പുഴകളിലൊന്നും ജലനിരപ്പ് കാര്യമായി കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ചെറുപുഴയിലെ കാര്യങ്കോട് പുഴ, ഇരിട്ടി പുഴയിലൊക്കെ ഇപ്പോഴും നല്ല ജലനിരപ്പുണ്ട്. അത് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം കൊട്ടിയൂർ ഉത്സവത്തിന് ദർശനത്തിനെത്തിയ നേരത്തെ 2 യുവാക്കളെ കാണാതായിരുന്നു. ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു ബാവലിപ്പുഴയിൽ. അതിൽ ഒരു യുവാവിൻ്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിൻ്റെ മൃതദേഹം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് കണ്ടെത്താൻ സാധിച്ചത്. രണ്ടാമത്തെ യുവാവായിട്ടുള്ള കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ
ഇന്നും തുടരും. ഇന്നലെ രാത്രി ഉൾപ്പെടെ തെരച്ചിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവിടെയും ഈ ശക്തമായ കുത്തൊലിപ്പാണ്. ആ പുഴയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് ആ ജലനിരപ്പും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒഴുക്ക് ആ പുഴയിലുണ്ട്, അടിയൊഴുക്ക് ഉൾപ്പെടെയുണ്ട്. അത് തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ മഴക്കെടുതികളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും ആ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. എങ്ങനെയാണ് അവിടുത്തെ മഴയുടെ അവസ്ഥ? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ടുള്ള അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഉച്ച മുതൽ തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇന്നലെ രാത്രിയൊന്നും അധികം മഴ പെയ്തിട്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്ന് വേണം പറയാം. പക്ഷേ ജില്ലയിലെ പല നദികളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഇപ്പോഴും പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ജില്ലയിലുടനീളം 6ഓളം പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കുകളിലായി 6ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തുടങ്ങിയത് ചെറുവത്തൂർ ആണ്. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ ഇന്നലെ വിള്ളൽ കണ്ടെത്തിയിരുന്നു. അവിടെയുള്ള അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നീലേശ്വരത്തൊരു 2 ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ 2 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 6ഓളം ക്യാമ്പുകൾ ജില്ലയിലുടനീളം തുടങ്ങിയിട്ടുണ്ട്. ഈ ആളുകളെയൊക്കെ തിരികെ എത്തണമെങ്കിൽ അവർക്ക് ചിലയിടങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. ഈ നീലേശ്വരം പ്രദേശത്തെ തേജസ്വിനി പുഴ കരകവിഞ്ഞതോടുകൂടിയുണ്ടായ വെള്ളം, വീടുകളിലൊക്കെ വെള്ളം കയറിയതാണ് അവരുടെ പ്രശ്നം. ആ നീലേശ്വരം തേജസ്വിനി പുഴയിലെ വെള്ളം ഇറങ്ങുന്നതേ ഉള്ളൂ. അവർക്ക് ഇനിയും 2-3 ദിവസങ്ങൾ കൂടി ക്യാമ്പിൽ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉപ്പള ഭാഗത്തും അതുപോലെ തന്നെ ഉപ്പള പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആ പ്രദേശത്തും ഈ വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ട്. മധുവാഹിനി പുഴയും കരകവിഞ്ഞൊഴുകുക. അങ്ങനെ തീരദേശ മേഖലയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നത് വലിയ പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം 1-2 ദിവസങ്ങൾക്കകം ഈ മഴ കുറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും രാവിലെ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അരുൺ പാറക്കൽ അറിയിച്ചത്.